ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സെറീന ഹാരിസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വ്ളോഗായിട്ടാണ് കേട്ടോ. ഇതിൽ കുക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചില മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആയിരിക്കും അല്ലേ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ സിമ്പിളാക്കും. സാറാനെ പിന്നെ ഹോസ്പിറ്റലും കാണിക്കാനുണ്ട്, കണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. സ്കൂളിൽ നിന്ന് അവർക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ടെസ്റ്റ് ചെയ്ത നേരം ഒരു പവറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാരയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെല്ലമൊക്കെ ഉരുക്കി വെക്കുന്നുണ്ട്. ഞാനിങ്ങനെയല്ലേ കുറേ വെല്ലം വാങ്ങിയിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഉരുക്കി സ്റ്റോർ ചെയ്യലാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ സ്നാക്സോ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. കാരയപ്പത്തിന് വേണ്ടി ഇതാ പച്ചരിയൊക്കെ ഞാൻ തലേന്നേ കുതിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. റേഷൻ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ കുക്കറിലാണ് ചോറ് റെഡിയാക്കലെന്ന്. പിന്നെ ഇന്നലത്തെ കറി തന്നെ ബാക്കിയുണ്ട്, അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ മത്തി ഫ്രൈയും പിന്നെ എന്തെങ്കിലും ഒരു വറവും ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലും പോകാൻ വേണ്ടിയുണ്ട്. പിന്നെ നാളെ രാവിലെയാണ് കേട്ടോ നമ്മൾ അവിടത്തേക്ക് പോകുന്നത്. അത് എവിടത്തേക്കാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഈ കാരപ്പച്ചട്ടി കണ്ട, ഇത് വാങ്ങിയിട്ടില്ലേ കുറേ ആയേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസാക്കുന്നത്. എപ്പോഴും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഇതുവരെയായിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ പുതിയ പുതിയ പാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് എടുക്കാനൊരു മടിയായിരിക്കും അല്ലേ. ഞാനെങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആർസ്ക എപ്പോഴും പറയും എന്തിനാ ഇങ്ങനെ വാങ്ങി വെക്കുന്നത്, അത് യൂസാക്കാൻ വാങ്ങിയതാണെങ്കിൽ യൂസാക്കിക്കൂടെയെന്ന്. എൻ്റെ കയ്യിലില്ലേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വെയിറ്റ് കുറഞ്ഞ ഒരു അപ്പച്ചട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അതില്ലേ പെട്ടെന്നിങ്ങനെ ഒടിക്കും കേട്ടോ. ആ കാരപ്പൊന്നും ഇങ്ങനെ ഒരു നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയില്ല, ഒരു ഉള്ളു വേവാത്ത പോലെയാണ് ഉണ്ടായിന്. പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ട് പിന്നെ പുതിയത് ഇത് വാങ്ങിയതാണ് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്, അതേപോലെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പയ്യന്നൂർ പോയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ കാര്യപ്പമില്ലേ എത്ര ചുട്ടാലും എനിക്കങ്ങനെ ശരിയാവലില്ല. ഒരു ഒരു ഫിനിഷിങ് ഉണ്ടാവലില്ല. പിന്നെ ടേസ്റ്റ് വൈസ് നോക്കാമെന്നെങ്കിൽ കുറച്ച് ടേസ്റ്റൊക്കെ കുറവാണ് ഉണ്ടാവൽ. പിന്നെ സോഫ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവലില്ല, കുറച്ച് ഹാർഡായിട്ടെല്ലാമാണ് കിട്ടൽ. പിന്നെ ഞാൻ യൂട്യൂബും ഇൻസ്റ്റയിലൊക്കെ നോക്കി അങ്ങനെ കുറേ ചെയ്താണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായത്. പിന്നെ മാഷാ അല്ലാ ഇപ്പോൾ ഒന്ന് ശരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാരപ്പൊക്കെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വറവും കൂടെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറവ് ഉണ്ടാക്കാൻ വേണ്ടി. അതും കൂടെ ആയാൽ പിന്നെ നമുക്ക് ചോറ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പോയിൻമെൻറ്റ് നമ്മൾ ഓൾറെഡി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ചോറെല്ലാം കഴിച്ച് നമ്മൾ എന്താ മോള് സ്കൂളിൽ നിന്ന് നേരെ വന്നിട്ടുണ്ടായിന് ഷോപ്പിലേക്ക്. അപ്പം ഷോപ്പിൽ നിന്ന് നമ്മൾ കൂട്ടിയിട്ട് അങ്ങനെ വരികയാണെന്നുണ്ടായത്. പിന്നെ ഇത് പയ്യന്നൂരിലുള്ള ഐ ക്ലിനിക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ടെസ്റ്റാക്കി. പിന്നെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ടെസ്റ്റിന് നമ്മളിങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ടായ. വ്ളോഗിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നെന്ന്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായത് തിരുവനന്തപുരമാണ് കേട്ടോ. ആസ്കാരെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. പിന്നെ കുറച്ചിങ്ങനെ
കറങ്ങിയിട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തി. ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ആസ്കാരം ഫ്രണ്ടിനെയൊക്കെ കാണാൻ പോകാൻ വേണ്ടി. അങ്ങനെ റൂമിൽ എത്തിയ അവിടെ പിന്നെ ഇതാ ചാർജറൊക്കെ തപ്പി ഈ ഫോണിൽ ചാർജൊക്കെ ചെയ്യുന്നുണ്ട്. സാറുട്ടി എന്നെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഏഷ്യനൈറ്റിൻ്റെ സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നമുക്കിതൊക്കെ കാണുമ്പം ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് വന്ന്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വൈബാണ്. രാത്രി ആയാലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും നല്ല ഒരു ഇതായിരിക്കും, പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോയിനി. അതായത് അസ്കാരം ഫ്രണ്ടിനെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് അളിയൻസിൻ്റെ ലൊക്കേഷനാണ്. പണ്ടേ എനിക്കുള്ളൊരാഗ്രഹമാണ് ഈ സ്ഥലങ്ങളും അതേപോലെ ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അങ്ങനെ നമ്മൾ യൂട്യൂബും അതേപോലെ എവിടെയൊക്കെ നോക്കിയിട്ട് ഇവരെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഇതാ നമ്മൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫൈനലി എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങൊന്നും നടക്കുന്നില്ല, അങ്ങനെ പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്ന് ഞാനിങ്ങനെ ഓരോന്നും തൊട്ടും നോക്കിയും എൻ്റെ സന്തോഷം ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിനി. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ. ഇതിപ്പം നമ്മൾ രാവിലെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത്. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി വിവേകാനന്ദ പാറയും കടലൊക്കെ കാണാൻ വേണ്ടി 4 മണി വരെ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ബസ് ഇറങ്ങി അങ്ങനെ വേഗം വരാമെന്നുണ്ടായത്. പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്. ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിന് കേട്ടോ. പിന്നെ അതൊക്കെ നിന്ന് നമ്മൾ എന്തായാലും നമ്മൾ കാണാൻ വന്ന ആ സ്ഥലം കണ്ടിട്ട് തന്നെ പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്യൂവിൽ അങ്ങനെ നിന്നിട്ട് പിന്നെ ഫൈനലി നമ്മൾ ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അധികം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ വേഗം നമ്മൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ പുറത്തേക്ക് വന്നു. പുറത്തുനിന്ന് പിന്നെ കുറേ സമയം നമ്മൾ അവിടെ ബീച്ചിൻ്റെ അടുത്തും അതേപോലെ ഈ പിന്നെ പുറത്തൊക്കെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മേലെ ഒരു വലിയ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. അത് കടന്നിട്ട് വേണം നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോവാൻ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോസും അതേപോലെ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഇത് കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് വീഡിയോ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണാനും നല്ല എന്നാന്ന് നമുക്ക് മനസ്സിന് അത്രക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഷോപ്പിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.